ഞങ്ങളിതാ വടകരയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വന്ന ട്രെയിനാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മുടെ കോഴിക്കോടിൻ്റെ അത്ര റഷ് നമ്മുടെ ഈ വടകര സ്റ്റേഷനിലില്ല. ഭയങ്കര എന്താ പറയുക, ഒരു കാം അറ്റ്മോസ്ഫിയറാണ്, അധികം ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ഞങ്ങളെ എന്തായാലും എൻ്റെ കൊളീഗ് വരാനുണ്ട്, അവർ വന്നിട്ട് പിക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിൽക്കുന്ന സമയത്ത് കുറച്ച് സ്കൂൾ സ്റ്റുഡൻസൊക്കെ വന്നു. നമ്മളെ സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പം NSSൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ അവരുടെ ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു, പിന്നെ സോങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ കണ്ടിരുന്നു. അതായത് നമ്മളെ ലഹരിക്കെതിരെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ആ ഫ്ലാഷ് മോബ് കൂടെ അഭിനയിച്ചിട്ടും അങ്ങനെ കുറച്ച് എന്താ പറയുക, ഇപ്പോഴത്തെ തലമുറകൾക്കുള്ള ആ ഒരു സൂചനകൾ, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ അതിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ NSSൻ്റെ ക്ലാപ്പടി കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതായത് ഞാൻ NCC സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷേ NSS നമുക്കറിയാമല്ലോ, ആ ഒരു ക്ലാപ്പടിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അതിൻ്റെ കൂടെ ഞാനും ക്ലാപ്പ് ചെയ്തു. കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്, കോളേജിന് ശേഷം ഞാൻ അങ്ങനെ ഒരു ക്ലാപ്പടി ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. അങ്ങനെ എന്തായാലും അവരുടെ പ്രോഗ്രാമൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു, അതായത് കൊളിക്ക് വരാനുള്ള ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ അഹിമോനൊന്നും ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അഹിമോൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പാട്ട് പാടാൻ തുടങ്ങി. വടകര വളവിൽ ഒരു അടിപിടി നടന്നേന്നിട്ടുണ്ട്, അങ്ങോട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതന്നെ പാടിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആള്. അപ്പോൾ ഇതിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ആ എൻട്രൻസിൻ്റെ അവിടേക്ക് ഇറങ്ങിയ സമയത്താണ് ഞാൻ മറ്റേ പെയിൻറ്റിങ്സ് ഒക്കെ കാണുന്നത്. വടകര ഞാനിപ്പോൾ ഒരുപാട് കാലമായി ഞാൻ വന്നിട്ട്. അപ്പം ഇപ്പോൾ ആ ഒരു പെയിൻറ്റിങ്സ് ഒക്കെ അവിടെ നമ്മളെ മുത്തപ്പൻ്റെയും പിന്നെ കുറച്ച് കലാരൂപങ്ങളൊക്കെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത്, അതിൻ്റെ ഫോട്ടോ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് കൊളിക്ക് വന്നു. പിന്നെ ഞങ്ങൾ പോയി അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. അത് തന്നെ ഞാൻ ഓരോന്നിങ്ങനെ നോക്കി നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ ഞാൻ എന്തോ ടൈമില്ലാത്തത് കൊണ്ട് നോട്ടീസ് ചെയ്യാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇത് അതിന് ശേഷം വരച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്കതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാനായിരുന്നു. ഞങ്ങളെ ഈ ഫോട്ടോൻ്റെ ബാക്കിലില്ലേ, അതാണ് നമ്മുടെ മുത്തപ്പൻ്റെയൊക്കെ ഫോട്ടോസ് കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊന്ന് നോക്കി പോവുമല്ലോ. അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനാവുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൊളീഗായിട്ടുള്ള ആദർശ് ബ്രോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, നേരെ അവളുടെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.